Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ സ്റ്റേറ്റ് ലെവൽ PSC സ്റ്റേറ്റ് ലെവൽ സിവിൽ സർവീസസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ UPSC എക്സാമിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്. സോ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വൈ വാസ് ദെയർ എ നീഡ് ഫോർ സച്ച് എ റിഫോം, ഇല്ലെങ്കിൽ അന്നത്തെ ഒരു സൊസൈറ്റി സ്പെസിഫിക്കലി നമ്മളൊരു സോഷ്യൽ റീഫോം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സൊസൈറ്റി പെർട്ടെയിൻ ചെയ്യണ ഒരു ആസ്പെക്റ്റാണ്. ഫൈൻ, സൊസൈറ്റീനെ പെർട്ടെയിൻ ചെയ്യണ ഒരു ഇഷ്യൂ ആണ് സോഷ്യൽ റീഫോംസ്, ഹെൻസ് ദ നെയിം സോഷ്യൽ. ഓക്കെ, സോ അന്നത്തെ സൊസൈറ്റി ഐ ഹാവ് ഓൾസോ മെൻഷൻഡ് വിച്ച് ഇസ് വെരി റിലീജിയസ് ആയിട്ടുള്ള തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ഒരു സൊസൈറ്റിയിൽ ഒരു റിലീജിയസ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലുണ്ട്. ഫൈൻ, സോ ഇൻ എ സെൻസ് വി ക്യാൻ സേ ദാറ്റ് ആ ഒരു സൊസൈറ്റി വാസ് വെരി റിലീജിയസ് ഇൻ നേച്ചർ. സോ ദാറ്റ് ഈസ് ദ റീസൺ ഒരു സോഷ്യൽ റിഫോം എന്ന് പറയുമ്പോൾ അതിനൊരു റിലീജിയസ് റിഫോംസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഇൻ എ സെൻസ് റിലീജിയൻ ആയിരുന്നു സൊസൈറ്റീൻ്റെ ഒരു പ്രൈമറി ഐഡൻറ്റിറ്റി ഫീച്ചർ. ഓക്കെ, സോ നാച്ചുറലി റിലീജിയൻസിനെ റിഫോം ചെയ്തപ്പോൾ സൊസൈറ്റിയും ഓട്ടോമാറ്റിക്കലി റിഫോംഡ് ആയി. ഇല്ലെങ്കിൽ ഇൻ എ സെൻസ് വെൻ റിലീജിയൻ വാസ് റിഫോംഡ് ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി ഓൾസോ ഗോട്ട് റിഫോംഡ്. ഓക്കെ, so what was the reason for such a reform society? Okay, the first and the foremost thing, as we all know, ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഒരു ടൈം ഫ്രെയിം എന്താണെന്നാണ്. ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 18th century 19th century ടൈം പീരിയഡ് ആണ്. ഓക്കെ, വെൻ ബ്രിട്ടീഷേഴ്സ് വെയർ ഹിയർ. സോ നാച്ചുറലി ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് റീസൺ വൈ this reform movement arose is because of the effect which the foreign rulers had on Indian intellect, അല്ലെങ്കിൽ Indian psyche, അല്ലെങ്കിൽ Indian public. Because ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം പീരിയഡ് ഈ ഫോറിൻ റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ വന്നപ്പോൾ because of the British assimilation, because of the British influence in the sense എന്ന് പറഞ്ഞാൽ British intellectual influence. Okay, because ആ ഒരു ടൈം പീരീഡിലാണ് ന്യൂ ആസ്പെക്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ സൊസൈറ്റി ഇവോൾവ്. ഫോർ എക്സാമ്പിൾ യൂട്ടിലിറ്റി, ദ കോൺസെപ്റ്റ് ഓഫ് റീസണിങ്, ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, ഇതെല്ലാം ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഫൈൻ, one more thing, Britishers also brought to our society നമ്മുടെ തന്നെ പഴയ റിലീജിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് അവർ കുറച്ചും കൂടെ അതിനെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തു. കുറച്ചും കൂടെ they brought those scriptures out in the open, in a sense which they gave pride. They gave this Indians a pride for their own culture. So that was one of the reason why this religious reform started. അതുകൂടാതെ this was also a time period when new ideas also emerged, as I discussed earlier, the whole concept of rationality, ഒരു reasonable ആയിട്ടുള്ള society, ഒരു blind superstitious practice എന്നിട്ട് there was a departure towards a reasonable society. So this is also a reason why this religious reform started. Okay, so now let's come back to another topic, which is the concept of revivalist movement and reformist movement, which is also very important when you discuss the concept of reform movement. So what is revivalism, അല്ലെങ്കിൽ എന്താണ് റിവൈവലും എന്താണ് റിഫോമും? റിവൈവൽ എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് പാസ്റ്റിലോട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ റിവൈവലിസ്റ്റ് എന്ന് പറയണത്. റിഫോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ കുറച്ചും കൂടെ ഭേദപ്പെടുത്തുവാണ്, കുറച്ചും കൂടെ ബെറ്റർ ആക്കുവാണ്. ഫൈൻ, സോ റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ് ഓൾവേസ് ഹാർപ്ഡ് അപ്പോൺ എ ഓൾഡ് ആൻഡ് ഗ്ലോറിയസ് പാസ്റ്റ്, വെറാസ് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നിലവിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ള ഒരു ടെൻഡൻസിനെയാണ് റിഫോം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈൻ, സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ പല റിലീജിയസ് റിഫോം മൂവ്മെൻറ്റും പല റിലീജിയസ് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റും പഠിക്കും. വെൻ ഇറ്റ് കംസ് ടു മുസ്ലിം റിലീജിയസ് സൊസൈറ്റി, മുസ്ലിം റിലീജിയസ് റിഫോംസിൽ അതിനകത്ത് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ട്, റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ട്. ഫൈൻ, അതേപോലെ തന്നെ ഹിന്ദു സൊസൈറ്റിയിൽ റിഫോർമിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ട്, റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ട്. ദർ ഇസ് ദിസ് ഹോൾ ഐഡിയ. റിവൈവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് വാസ് മച്ച് ബെറ്റർ, ഓർ ഗ്രാജുവലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുവാണ്. ദിസ് ഇസ് ദ ഹോൾ ഐഡിയ ബിറ്റ്വീൻ റിവൈവലിസ്റ്റ്. വെറാസ് റിഫോർമിസ്റ്റ് എന്ന് പറയുമ്പോൾ there is no glorious period, or there is no looking back to a society, whereas reformist is only where we are focusing on now and how to become much better tomorrow. Adana reformist. Okay,